everyone, welcome to my YouTube channel, and here we go, New Zealand vlog part 3. ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ മോസ്റ്റ് അവൈറ്റഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഡേ ആയിരുന്നു. ഇന്ന് നമ്മൾ മൗണ്ട് കുക്ക് വിസിറ്റ് ചെയ്യാൻ പോവാണ്. മൗണ്ട് കുക്ക് ന്യൂസിലൻഡിലെ ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ്. ആൻഡ് ഈ ഒരു ഡ്രൈവ് ക്യൂൻസ്റ്റൗണിൽ നിന്ന് 2.5 hours ഡ്രൈവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി ഡ്രീമി. രണ്ട് സൈഡിലും നമുക്ക് ഈ ഫുൾ സ്നോയി മൗണ്ടെയിൻസ് ആയിരുന്നു. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് സ്നോ മൗണ്ടെയിൻസിലുള്ള ഹെലികോപ്റ്റർ റൈഡ്. സോ നമ്മൾ മൗണ്ട് കുക്ക് എയർപോർട്ടിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ഹെലികോപ്റ്റർ റൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ബ്രിസ്ബെയിൻ സിറ്റിയിൽ ഒരു ഹെലികോപ്റ്റർ റൈഡ് പോയായിരുന്നു. ആൻഡ് സ്നോയിൽ കൂടെയാണ് നമ്മൾ ഈ റൈഡ് പോകുന്നത്. നമ്മൾ സ്നോ മൗണ്ടെയിനിൽ ലാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഹെലികോപ്റ്ററിൽ കയറി. അവർ നമുക്ക് ഹെഡ്സെറ്റ് തന്നായിരുന്നു, കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഹെലികോപ്റ്ററിൻ്റെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹെലികോപ്റ്റർ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഓ മൈ ഗോഡ്, ഐ വാസ് സ്പീച്ച്ലെസ്. എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പോലെയായിരുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് വേർഡ്സ് ഇല്ല. എനിക്കിത് കണ്ടിട്ട് ഞാൻ മറ്റേ ഡ്രീം വേൾഡ്, നമ്മുടെ കുറച്ച് ഡ്രീംസിലൊക്കെ നമ്മൾ കാണില്ലേ ഇങ്ങനത്തെ ഒരു പ്ലേസ്, അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. നമ്മൾ സ്നോ മൗണ്ടെയിൻസിൻ്റെ ഇടയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഓൾസോ ഇറ്റ് വാസ് ആക്ച്വലി വെരി ക്ലോസ്. നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആൻഡ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് എന്താ ഇവിടെ വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. ബിക്കോസ് അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാനിത് എക്സാജറേറ്റ് ചെയ്തൊന്നും പറയുന്നതല്ലായിരുന്നു. എൻ്റെ ഫീലിങ്സ് ആക്ച്വലി എനിക്ക് ഈ സ്നോ മൗണ്ടെയിൻസ് കണ്ടപ്പോൾ ഐ ഹാവ് നോ വേർഡ്സ് ആക്ച്വലി. ഹെലികോപ്റ്റർ റൈഡിൻ്റെ താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഗ്രീൻ ബ്ലൂയിഷ് വാട്ടർ കാണാം. ഇത് ഗ്ലേഷ്യസ് വാട്ടർ ആണ്. നമുക്ക് മുകളിൽ നോക്കുമ്പോൾ ഇതൊരു പെയിൻറ്റഡ് പോലെ ഫീൽ ചെയ്യുന്നു. ന്യൂസിലൻഡിലെ വിൻ്റർ ആക്ച്വലി ജൂൺ ജൂലൈ ടൈമാണ്. ജൂൺ ജൂലൈയിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ ഫുൾ ഈ മൗണ്ടെയിൻസ് മൊത്തം സ്നോ ആയിരിക്കും. ഓണസ്റ്റ്ലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ നവംബർ ഡിസംബർ ടൈമിൽ ഇത്ര സ്നോ ഉണ്ടാകുന്നു. ബിക്കോസ് നവംബർ ആക്ച്വലി ഇവരുടെ സമ്മർ സ്റ്റാർട്ടിങ് ടൈമാണ്. ബട്ട് സ്റ്റിൽ ഇവിടെ സ്നോ ഉണ്ട്. ആൻഡ് എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി വിചാരിച്ചു നെക്സ്റ്റ് വിൻ്ററിൽ എനിക്ക് എന്തായാലും ന്യൂസിലൻഡിൽ ഒന്നും കൂടി വരണം. ഇവിടെ കംപ്ലീറ്റ്ലി സ്നോ ആയിട്ട് എനിക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഹെലികോപ്റ്റർ ഇവിടെ സ്നോ മൗണ്ടെയിനിൽ ലാൻഡ് ചെയ്തു. മൗണ്ടെയിൻ കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് സ്നോ ആണ്. എന്നെ സ്നോ ടച്ച് ചെയ്തു. ഇറ്റ്സ് ലൈക്ക് ഫൈൻ ഷുഗർ പോലെയായിരുന്നു. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം. എൻ്റെ ഒരു കോർ മെമ്മറിയാണ് ഇവിടെ ഈ ഒരു ഹെലികോപ്റ്റർ റൈഡും ഈ സ്നോ മൗണ്ടെയിൻസിലുള്ള ഒരു വ്യൂവും. ആൻഡ് ആ കാണുന്നതാണ് മൗണ്ട് കുക്ക്. ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ അങ്ങനെ നമ്മൾ സ്നോയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് മൗണ്ട് കുക്ക് കുറച്ചൊരു അഡ്മയർ ചെയ്ത് നമ്മൾ തിരിച്ച് റിട്ടേൺ പോവാണ്. ആൻഡ് ചില റൈഡ്സൊക്കെ നമ്മൾ ആലോചിക്കില്ല, ഇത് തീരല്ലേ ദൈവമേ എന്ന്. ആ ഒരു റൈഡായിരുന്നു എനിക്ക് ഈ ഒരു 1 hour ഹെലികോപ്റ്റർ റൈഡ്. ഞാൻ സ്റ്റിൽ ആ ഒരു ഹാങ് ഓവറിലാണ്. എനിക്ക് റിയാലിറ്റിയിലോട്ടേക്ക് വരാൻ പറ്റുന്നില്ല. ആ ഒരു സ്നോയും ആ സ്നോ മൗണ്ടെയിൻസും ആ വ്യൂ ഫ്രം ദ ഹെലികോപ്റ്റർ സ്റ്റിൽ എൻ്റെ മനസ്സിൽ സ്റ്റക്കായി കിടക്കുവാണ്. ആൻഡ് ദെൻ നമ്മളിപ്പോൾ മൗണ്ട് കുക്ക് വില്ലേജിലാണ്. നമ്മളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയേക്കുവാണ്. നമ്മൾ ഫുഡ് വിത്ത് വ്യൂ ആണ്. നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഇവർ നമുക്ക് ഈ റോബോട്ടിക് സാധനം തരും. ആൻഡ് ഫുഡ് നമ്മുടെ റെഡി ആകുമ്പോൾ ഇത് ബീപ്പ് ചെയ്യും. സോ നമുക്ക് പോയി ഫുഡ് കളക്ട് ചെയ്യാം. സോ ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ ഫിഷ് ആൻഡ് ചിപ്സ്, പിന്നെ നമുക്ക് കാലമാരി റിങ്സ് ഉണ്ടായിരുന്നു. വലിയ അടിപൊളി ഫുഡൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് വാസ് ഓക്കെ.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു ഹൈക്കിന് പോവാണ്. മോസ്റ്റ് ഫേമസ് നമ്മുടെ ഹുക്കർ വാലി ട്രാക്കിലാണ് പോകുന്നത്. ഇതൊരു 5 കിലോമീറ്റർ ആണ് റിട്ടേൺ. ഒരു 3 to 4 hours എടുക്കും നമ്മുടെ ഇന്നത്തെ ഹൈക്ക്. ആൻഡ് നമ്മൾ മൗണ്ട് കുക്ക് കുറച്ചും കൂടി ക്ലോസർ ആയിട്ട് കാണാൻ പോവാണ്. ഈ ഹൈക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹുക്കർ റിവർ ക്രോസ് ചെയ്യാനായിട്ട് 3 ബ്രിഡ്ജസ് കടന്നാണ് നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ എത്തുന്നത്. സോ ഇത് ഫസ്റ്റ് ബ്രിഡ്ജാണ്. അങ്ങനെ ഫൈനലി ഓൾമോസ്റ്റ് ഒരു 2 hours ഹൈക്കിന് ശേഷം നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് എത്തുവാണ്. ഇവിടെ മഴ പൊടിയുന്നുണ്ട്. ഓൾസോ കുറച്ച് ക്ലൗഡിയാണ് ഇന്ന്. ആൻഡ് നമുക്കിവിടെ ഐസ്ബർഗ്സ് ഇങ്ങനെ ഈ ലേക്കിൽ കിടക്കുന്നതാണ്. ഇറ്റ്സ് സോ അൺറിയൽ. അങ്ങനെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് എത്തി. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് നമ്മൾ 2 hour ഹൈക്കിങ് ചെയ്തത്. കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു, ബിക്കോസ് ഇന്ന് ക്ലൗഡി ആയതുകൊണ്ട് നമുക്ക് മൗണ്ട് കുക്ക് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്റ്റ് ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഈ ഹുക്കർ വാലി ഈ 2 hours ഹൈക്ക് വർത്ത് ഇറ്റ് ആയിരുന്നു. ആ ഒരു വഴി കൂടെ നമ്മൾ വന്നതും ഗ്ലേഷ്യർ റിവറും ബ്രിഡ്ജ് ക്രോസ് ചെയ്തതും ഓൾസോ ഈ ഐസ്ബർഗ്സ് ഒക്കെ കണ്ടതൊക്കെ ഇറ്റ് വാസ് ആക്ച്വലി വർത്ത് ഇറ്റ്. മൗണ്ട് കുക്ക് ക്ലിയർലി കാണാൻ പറ്റിയില്ലെങ്കിലും മല കണ്ടില്ലെങ്കിലും എനിക്ക് ഈ ഒരു ഹൈക്കിങ് ആ ഒരു പ്ലേസും എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പോലെയായിരുന്നു. ഈ പ്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ഐസ്ബർഗ്സ് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഐസ്ബർഗ് കാണുന്നത്. ആൻഡ് എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ഏതോ ഒരു ഫെയറി ലാൻഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീമിലാണ് എന്നുള്ളൊരു പോലെയാണ് എനിക്കിപ്പോഴും ആ ഒരു റിയാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഈ ഹൈക്ക് മതിവോളം ആസ്വദിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് റിട്ടേൺ പോവാണ്. ഇനി തിരിച്ചൊരു 2 hours ഹൈക്കുണ്ട്. മൗണ്ട് കുക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ മൗണ്ട് കുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസിലൻഡിലെ ഹൈയസ്റ്റ് പീക്കാണ്. ആൻഡ് ഇതിൻ്റെ മൗറി നെയിം അറോക്കി മൗണ്ടൻസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഓൾസോ നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഫസ്റ്റായിട്ട് ക്ലൈംബ് ചെയ്ത് നമ്മുടെ എഡ്വേർഡ് ഹിലറി ഒരു ന്യൂസിലൻഡറാണ്. ആള് മൗണ്ട് കുക്ക് കയറിയാണ് പ്രാക്ടീസ് ചെയ്തത് മൗണ്ട് എവറസ്റ്റ് കയറാൻ. അങ്ങനെ ഒരു ലോഡ് മെമ്മറി, ഒരു ലൈഫ് ടൈം മെമ്മറീസ് ആയിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ ഈ മൗണ്ട് കുക്കിന്ന് ബൈ ബൈ പറഞ്ഞ് തിരിച്ച് ക്യൂൻസ് ടൗണിലോട്ട് പോവാണ്.